ഹലോ. അങ്ങനെ ഇന്ന് അൻസലിനയുടെ അരിക്കുത്ത് കല്യാണം. അശ്വിനി വന്ന പാടെ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് എന്റെ തലയിൽ വെച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഞങ്ങൾ എന്തായാലും കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അൻസലിനെ സെൽഫായിട്ടിരുന്ന് മൈലാഞ്ചിടിയിലായിരുന്നു. ഒരു കയ്യിൽ അവള് സ്വന്തമായിട്ടും മറ്റേ കയ്യിൽ അശ്വിനിയാണ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും പന്തലീടിയിലൊക്കെ നടക്കുന്നേ ഉള്ളായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും മൈലാഞ്ചിടിയിലുകാരെ കൊണ്ട് തട്ടിയും മുട്ടിയും നടക്കാൻ സ്ഥലമില്ലായിരുന്നു. ഒരു കയ്യിൽ അശ്വിനി ഇട്ടു, അൻസലിനെ ഇട്ട് പകുതിക്ക് വെച്ചത് അവളുടെ ഒരു കസിനും കൂടി ഇട്ട് അങ്ങനെ തീർക്കുമായിരുന്നു. തലേന്ന് അവളുടെ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് ബ്രൈറ്റ് ടു ബി ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡെക്കറേഷൻസ് ഒക്കെയാണ് നേരത്തെ കണ്ടത്. അല്ലേലും ഈ കസിൻസ് എല്ലാവരും കൂടെ ചേരുമ്പോഴത്തേക്കിനും കല്യാണം ഒക്കെ ഒരു ഓളമായിരിക്കും. മുതിർന്നവരൊക്കെ അടുക്കളയിലും മുറ്റത്തും ഒക്കെ ഓരോ പണികളിലായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേനും കസിൻസ് ആണ് ശരിക്കും ഒരു വീടിനെ കല്യാണ വീടാക്കി മാറ്റുന്നത്. കാരണം അവർക്കതൊരു ആഘോഷമാണ്. പാട്ടും ഡാൻസും അലപ്പും വിളിയൊക്കെ ആയിട്ട് ആകെ ഒരു വൈബിലായിരിക്കും. എല്ലായിടത്തെയും പോലെ ഇവിടെ ഉണ്ടായിരുന്ന 2-3 കുട്ടിപ്പട്ടാളങ്ങള് മൈലാഞ്ചിടിയിൽ കുത്തിയിരുന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അൻസലിനേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചക്കപ്പഴമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മ. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ മൈലാഞ്ചിടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മീൻകറിയൊക്കെ കൂട്ടി നല്ലൊരു ഊണ് തന്നെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഇനി അടുത്തത് അരിക്കുത്ത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇതായിരുന്നു അൻസലിനയുടെ സാരി. എല്ലാരെയും പോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അവളും. അങ്ങനെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുമായി. പാത്തു ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇന്ന് വൈകിട്ട് കളിക്കാനുള്ള ഡാൻസും ഒക്കെ കളിച്ച് കാണിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ അൻസലിനയുടെ സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ റെഡി ആക്കുമായിരുന്നു. അശ്വിനി സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തു. പിന്നെ അൻസലിനയുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ആന്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ആന്റിയാണ് ഓർണമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തതും മുല്ലപ്പൂ ഒക്കെ അറേഞ്ച് ചെയ്തതും ഒക്കെ. അൻസലിനെ അങ്ങനെ ഒരുങ്ങിയൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടൊന്ന് റെഡി ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ. അരിക്കുത്ത് കല്യാണത്തിന്റെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സത്യം പറഞ്ഞ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡി ആയിക്കോ വന്ന്. പാത്തുക്കുട്ടി അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചൂട് അൺസഹിക്കബിൾ ആയതുകൊണ്ട് തന്നെ അൻസലിന് ഓൺലൈനിൽ നിന്ന് ഒരു ഹാൻഡ് ഫാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു നടപ്പൊക്കെ. പക്ഷെ പെട്ടെന്ന് ചാർജ് തീരുമെന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളായിരുന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവളെ നമ്മൾ ഒരുക്കിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴത്തേക്കും ബിനിജയം വന്നായിരുന്നു. ലൈറ്റ് ഒക്കെ പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പുറത്തുള്ള ഒരു വീട്ടിലോട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ അൻസലിനയുടെ വീടിന്റെ മുറ്റത്ത് നിന്നും 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. അപ്പുറത്തെ വീടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് തൊട്ടപ്പുറമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഒരു കയറ്റമൊക്കെ കയറി കുറച്ച് അങ്ങോട്ട് പോകണമായിരുന്നു. നടക്കുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ സാരിയും ചുറ്റിക്കൊണ്ട് നടക്കുന്നത് കുറച്ച് പ്രയാസകരമാണ്. വളരെ സൂക്ഷ്മതയോട് നടന്നതുകൊണ്ട് തട്ടാതെ മുട്ടാതെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സാരിയൊക്കെ സ്ഥിരമായിട്ട് ഉടുക്കുന്നവരെ ഒരു നിമിഷം സ്മരിച്ചു. നമ്മളിവിടെ എത്തിയേക്കുന്നതിന്റെ മെയിൻ അജണ്ട എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള അരിക്കുത്ത് കല്യാണത്തിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. എല്ലാരെയും പോലെ ഈ അരിക്കുത്ത് കല്യാണം എന്തോന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേന് അവർ പറയുന്നത് മുസ്ലിംസിന്റെ കല്യാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ആചാരമാണ് എന്നാണ്. എന്തുവായാലും റീൽസിലൊക്കെ ട്രെൻഡിങ് ആയത് വഴിയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും എനിക്ക് അറിയത്തുമില്ല. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ പെണ്ണിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും കൂടെ ഒക്കെ ചേർന്നിട്ട് അരി കുത്തി റെഡിയാക്കുന്നു എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനും ഇരുന്നു. നേരം വൈകിയതുകൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം കാട്ടിക്കൂടെ വേണ്ടായോ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവളോട് ടാറ്റായും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.